മലപ്പുറത്ത് വീണ്ടും നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം? രോഗലക്ഷണങ്ങൾ എന്തൊക്കെ നോക്കാം. എന്താണ് നിപ്പ വൈറസ്? ഹെനിപ്പ വൈറസ് വിഭാഗത്തിലെ നിപ്പ വൈറസ് പാരാമിക്സോ വൈറിഡേ ഫാമിലിയിലെ അംഗമാണ്. ഇതൊരു RNA വൈറസ് ആണ്. രോഗം എങ്ങനെ സ്ഥിരീകരിക്കാം? രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ 4 മുതൽ 21 ദിവസം വരെ വേണ്ടിവരും. രക്തം, മൂത്രം, തൊണ്ടയിൽ നിന്നുള്ള സ്രവം, വേണ്ടിവന്നാൽ നട്ടെല്ലിൽ നിന്നും കുത്തിയെടുത്ത ഫ്ലൂയിഡ് എന്നിവയാണ് പരിശോധനയ്ക്കായി അയക്കുന്നത്. എങ്ങനെയാണ് നിപ്പ വൈറസ് ബാധയുണ്ടാകുന്നത്? വവ്വാലുകളുടെ പ്രജനന സമയത്ത് വവ്വാലുകളിൽ നിന്ന് നേരിട്ടോ വവ്വാലുകളുമായി ബന്ധമുള്ള മറ്റു ജീവികളിൽ നിന്നോ സാധനങ്ങളിൽ നിന്നോ എല്ലാം മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ ഒക്കെ വൈറസ് എത്താം. വൈറസ് ബാധിച്ച മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും രോഗബാധയുണ്ടാകാം. ശ്വാസകോശത്തെ ബാധിക്കുന്ന പനി, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉള്ളവരിൽ നിന്നാണ് മനുഷ്യരിലേക്ക് നിപ്പയുടെ ബാധയുണ്ടാകാൻ സാധ്യതയുള്ളത്. വവ്വാലുകൾക്ക് പുറമെ പന്നികളിൽ നിന്നും മനുഷ്യരിലേക്ക് നിപ്പ വൈറസ് പകരാനുള്ള സാധ്യത ഏറെയാണ്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് നിപ്പ എങ്ങനെ പകരും? രോഗബാധയുള്ള മനുഷ്യരിൽ നിന്ന് വ്യക്തി സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാതെ അടുത്തിടപഴകുന്നത് വഴി രോഗം പകരാം. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം, ഉമിനീർ, മൂത്രം എന്നിവ കലർന്ന പാനീയങ്ങളും വവ്വാൽ കടിച്ച പഴങ്ങളും മറ്റും കഴിക്കുന്നതിലൂടെയും രോഗം പടരാം. എന്തൊക്കെയാണ് നിപ്പയുടെ ലക്ഷണങ്ങൾ? പനിയോടുകൂടിയുള്ള ശരീരവേദന, തലവേദന, ക്ഷീണം, ചുമ, തൊണ്ടവേദന എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് ഛർദി, സ്ഥലകാല ബോധമില്ലായ്മ, മാനസിക വിഭ്രാന്തി, അപസ്മാരം, ബോധക്ഷയം, ശ്വാസതടസ്സം എന്നിവയുണ്ടാകാം. ചിലരിൽ കാഴ്ച മങ്ങലും ഉണ്ടാകാം. എങ്ങനെ വേണം പ്രതിരോധം? പക്ഷികളുടെയും മൃഗങ്ങളുടെയും കടിയേറ്റതും പൊട്ടിയതും പോറലുള്ളതുമായ പഴങ്ങളും പച്ചക്കറികളും കഴിക്കരുത്. തുറന്നു വച്ചിട്ടുള്ള പാനീയങ്ങളും ഭക്ഷണങ്ങളും ഒഴിവാക്കുക. കിണറിലും മറ്റ് ജലസ്രോതസ്സുകളിലും വവ്വാലുകളുടെ മൂത്രം, കാഷ്ടം എന്നിവ വീഴാനുള്ള സാധ്യത തടയുക. വളർത്തു മൃഗങ്ങളുടെ ശരീരസ്രവങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയുടെ സമ്പർക്കമുണ്ടാകാതെ സൂക്ഷിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. ഇനി കൈ കഴുകാൻ സാധിച്ചില്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ തുടയ്ക്കുക. പനിയും മറ്റ് രോഗലക്ഷണങ്ങളും ഉള്ളവരിൽ നിന്ന് അകലം പാലിക്കുക. രോഗമുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും സമ്പർക്കം പുലർത്തുമ്പോഴും നിർബന്ധമായും കൈയുറകളും മാസ്കും ധരിക്കുക. N95 മാസ്ക് തന്നെ ധരിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങളും സാധന സാമഗ്രികളും അശ്രദ്ധമായി ഉപയോഗിക്കരുത്. നിപ്പ ബാധിച്ചു മരിച്ചാൽ മൃതദേഹം കൈകാര്യം ചെയ്യുമ്പോഴും സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കണം. PPE കിറ്റ് നിർബന്ധമാണ്. നിപ്പയ്ക്ക് ചികിത്സയുണ്ടോ? നിപ്പയ്ക്ക് ഇതുവരെ കൃത്യമായ ഒരു ചികിത്സ കണ്ടെത്തിയിട്ടില്ല. പല രീതിയിലുള്ള ആന്റിവൈറൽ മരുന്നുകളാണ് പ്രധാനമായും രോഗികൾക്ക് നൽകുന്നത്. ആശങ്ക വേണ്ട. ജാഗ്രതയോടെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാം.